കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും ജീവനക്കാർക്കും അപകടരഹിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള ഭൂഗർഭപാതയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. 3 മാസം കൊണ്ട് തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കരാറുകാരായ പാലത്ര കൺസ്ട്രക്ഷൻസ് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പൊതുശ്മശാനം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലേക്കുള്ള 8 റോഡുകൾ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 122 കോടി രൂപ ചെലവിട്ട് നവീകരിച്ചു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. വർഷങ്ങളായി നമ്മുടെ ഗാന്ധി റോഡ് വലിയ രൂപത്തിൽ ഇടുങ്ങിയ രൂപത്തിൽ കഴിഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജിൽ രോഗിയായി ഗാന്ധിനഗറിലെത്തിയാൽ എത്രയും വേഗം ആശുപത്രി എത്തിക്കാൻ കഴിയുന്ന 4 വരിപ്പാത ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു നമ്മൾ ആ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചതെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പണ്ട് മുടങ്ങിപ്പോയി. അതുൾപ്പെടെ ഈ കാലയളവിൽ ഏതാണ്ട് 8 റോഡുകൾ റീബിൽഡ് കേരളയിൽ 122 കോടി രൂപയ്ക്കായിരുന്നു ഞങ്ങൾ ടെൻഡർ ചെയ്യിച്ചത്. അത് കൃത്യമായി സമയബന്ധിതമായി അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 8 റോഡുകളും ഇനി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 1 റോഡ് പോലും BMBC നിലവാരത്തിൽ ചെയ്യാനില്ല. മുഴുവൻ റോഡുകളും ചെയ്തു തീർത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും അറിയിക്കുകയാണ്. ആധുനിക രീതിയിൽ പണി കഴിപ്പിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പുതിയ പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. രോഗികളും സന്ദർശകരും ജീവനക്കാരും അടക്കം ദിവസവും 10,000-ഓളം പേരെത്തുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകടരഹിതമായ സഞ്ചാരമൊരുക്കുന്നതിന് 1 കോടി 30 ലക്ഷം രൂപ ചെലവിട്ടാണ് ആധുനിക രീതിയിൽ ഭൂഗർഭപാത നിർമ്മിക്കുന്നത്. അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് അടിപ്പാത തുടങ്ങുന്നത്. അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 18.576 മീറ്ററാണ് ഭൂഗർഭപാതയുടെ ആകെ നീളം. 5 മീറ്ററാണ് വീതി. ഉയരം 3.5 മീറ്ററും. പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഉണ്ടാവും. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് സമീപം നടന്ന ചടങ്ങിൽ ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ജു മനോജ് അധ്യക്ഷയായി. തോമസ് ചാഴികാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.